Hi students, today we will discuss about M2M versus IoT. What is an M2M? M2M means machine to machine. Is there any relation between M2M and IoT, or how M2M evolves into IoT? So these are the things we will discuss here. And first we can study what is an M2M. Machine to machine is a broad label that can be used to describe any technology that enables network device to exchange information and perform actions without the manual assistance of human. That means interconnections of machines, any machines that is used to share the informations or exchange informations to perform particular actions without the manual assistance of human. That is machine to machine. അപ്പോൾ മെഷീൻ ടു മെഷീൻ ടെക്നോളജി എന്ന് പറയുകയാണെങ്കിൽ മെഷീൻസ് ഇൻ്റർകണക്ട് ചെയ്യുക മീൻസ് തമ്മിൽ കണക്ട് ചെയ്യുക. എന്തിനാണ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്? ടു ഷെയർ ദി റിസോഴ്സ് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ. വെറുതെ എക്സ്ചേഞ്ച് ചെയ്യണം, ടു പെർഫോം സം ആക്ഷൻസ്. നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ടേക്സ് പ്ലേസ് ചെയ്യാനോ നമ്മൾ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാം, റിസോഴ്സ് ഷെയർ ചെയ്യാം. പക്ഷേ ഈ ഷെയറിങ്ങും എക്സ്ചേഞ്ചിങ്ങും ഒരു ടാസ്ക് ഫുൾഫിൽ ചെയ്യുന്നതൊക്കെ എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിതൗട്ട് ദി മാനുവൽ അസിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റണം? പെർഫോം ചെയ്യാൻ പറ്റണം, ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യാൻ പറ്റണം. അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന മെഷീൻ ടു മെഷീൻ ഇൻ്റർ കണക്ഷൻസിനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത്? M2M അല്ലെങ്കിൽ M2M ടെക്നോളജി എന്ന് പറയുന്നത്. പ്രൈമറിലി M2M ആൻഡ് IoT ആർ സിമിലർ. നമുക്ക് കാണുന്ന സമയത്ത് all these two technologies are very similar in upper layer such as hardware, networking or devices. അപ്പം ഹാർഡ്വെയർ കൺസിഡർ ചെയ്യുമ്പോഴോ അപ്പർ ലെയർ നമ്മൾ മേലെ നോക്കുന്ന സമയത്ത്, മേലെ നോക്കുക മീൻസ് ടോപ്പ് ലെയറിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ടു ടെക്നോളജീസ് ആർ വെരി സിമിലർ. നെറ്റ്വർക്കിങ്ങിനകത്ത് എന്താണ് സിമിലറാണ്, ആർക്കിടെക്ചറിനകത്ത് പക്ഷേ എന്തായിരിക്കും ഡിഫറൻസ് ഉണ്ടാകും. ഇത് യൂസ് ചെയ്യുന്ന ഡിവൈസസും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. IoTയും M2M യൂസ് ചെയ്യുന്ന ടെക്നോളജീസും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ബട്ട് when they consider the architecture of an M2M, it's slightly different from M2M. And type of applications used, M2Mൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാലും എന്തായിരിക്കും ഡിഫറെൻ്റ് ആണ് വെൻ കമ്പയറിങ് ആൻഡ് IoT. ആൻഡ് അണ്ടർലൈൻ ടെക്നോളജി കൺസിഡർ ചെയ്യുമ്പോഴും എന്തായിരിക്കും ഡിഫറെൻ്റ് ആണ്. സോ ഒറ്റ ഗ്ലാൻസിൽ ഒരു നോക്കുന്ന സമയത്ത് M2Mഉം IoTയും വളരെ സിമിലറാണെന്ന് തോന്നുകയാണെങ്കിലും അവരുടെ അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിലും ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിലും അണ്ടർലൈൻ ടെക്നോളജി നോക്കുകയാണെന്നുണ്ടെങ്കിലും ദേ ആർ ഡിഫറെൻറ്റ് ഇൻ നേച്ചർ. ഓൾമോസ്റ്റ് സിമിലറാണ് അപ്ലിക്കേഷൻസ്, പക്ഷേ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. സോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ സിമിലാരിറ്റീസ്, എങ്ങനെയാണ് ഏതൊക്കെ ടെക്നോളജിയെ നമുക്ക് M2M എന്ന് പറയാം, ഏതൊക്കെ ടെക്നോളജിയെ നമുക്ക് IoT എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ സിംപ്ലി വി ക്യാൻ ചെക്ക് ഹൗ M2M ഇവോൾവ്സ് ഇൻ ടു IoT. എങ്ങനെയാണ് ഒരു M2M നമുക്ക് IoTയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ? തിരിച്ച് നമ്മൾ പറയുന്നില്ല, കാരണം M2Mനേക്കാളും ഒരു ബ്രോഡ് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു ബ്രോഡ് ഏരിയ ഉള്ളതാണ് എന്ത് IoT എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്താണ് IoT, എന്താണ് M2M എന്ന് നോക്കാം നമുക്ക്. അതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഡയഗ്രാം കാണാൻ നിങ്ങൾക്ക് ഇതാണ് ആക്ച്വലി M2Mൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. മെഷീൻസ് എന്ത് ചെയ്യുക? ഇൻ്റർ കണക്ട് ചെയ്യുക. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മെഷീൻസ് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ മെഷീൻ 1 ഇത് 1 ആണെങ്കിൽ ഇത് 2 ആയിരിക്കും. മെഷീൻ 1 ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് മെഷീൻ 2. തിരിച്ചും എന്ത് വേണമെങ്കിൽ പോസിബിളാണ്, ഇവിടെ പോസിബിൾ അല്ല. അതേപോലെ തന്നെ മെഷീൻ 2ഉം മെഷീൻ ഇത് 3 ആണെന്നുണ്ടെങ്കിൽ മെഷീൻ 3യും തമ്മിൽ എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേഷൻസ് പെർഫോം ചെയ്യാം. മെഷീൻ 1 ആൻഡ് മെഷീൻ 4 കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ മെഷീൻ 3ക്ക് മെഷീൻ 1ഉമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മെഷീൻ 1ന് മെഷീൻ 2ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് മെഷീൻ 1ന് മെഷീൻ 2ന് 1ഉമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 to 2 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, തിരിച്ചിങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി
ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ്, ഇങ്ങനെ ഇൻ്റർ കണക്ട് ചെയ്യുക, കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടാസ്ക് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിസ്റ്റം അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നതാണെന്നായിരിക്കും. ടെമ്പറേച്ചർ സെൻസ് ചെയ്ത ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും അമംഗ് ദീസ് മെഷീൻസ്. ഈ മെഷീൻസിനകത്ത് വെച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ആ ഷെയർ ചെയ്ത ഡാറ്റ നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിനകത്തുള്ള സെർവറിനകത്ത് സ്റ്റോർ ചെയ്യാം. ആ സ്റ്റോർ ചെയ്ത സാധനം നമുക്ക് അനലൈസ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും, ഇത് IoTയുടെ സിമിലർ ആണെന്ന് തോന്നും. ബട്ട് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതെങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നതെന്നുള്ള നെക്സ്റ്റ് സ്ലൈഡിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ബ്ലോക്ക് ഡയഗ്രം. മെഷീൻ ഇൻ്റർ കണക്ട് ചെയ്യുക ടു ഷെയർ ദി റിസോഴ്സസ് or exchange informations between machines. And block diagram of M2M. M2M the block diagram ആണ് ആക്ച്വലി. M2M ഏരിയ നെറ്റ്വർക്ക്, ഇത് മെഷീൻ ടു മെഷീൻ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കാണ് ആക്ച്വലി. ആൻഡ് ദിസ് നെറ്റ്വർക്ക് ഈസ് കണക്റ്റഡ് ടു ദ ഗേറ്റ് വേ, M2M ഗേറ്റ് വേ. നമ്മളെന്താ ചെയ്യുക, നേരത്തെ IoT-ക്കകത്ത് അങ്ങനെ തന്നെയായിരുന്നു. മെഷീൻസും ഡിവൈസസൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻ്റർ കണക്ട് ചെയ്യുന്നു. ആ ഇൻ്റർ കണക്ട് ചെയ്തതിനാണ് നമ്മളെന്ത് പറയുന്നത്, M2M ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവൈസസും തിങ്സും ഒക്കെ ഇൻ്റർ കണക്ട് ചെയ്യുക, മെഷീൻസൊക്കെ ആയിട്ട് ഇൻ്റർ കണക്ട് ചെയ്യുക. ആൻഡ് ആ ഇൻ്റർ കണക്ട് ചെയ്ത സംഭവം നമ്മൾ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നു, കണക്റ്റഡ് ടു ഗേറ്റ് വേ. നമുക്കറിയാം, ഗേറ്റ് വേ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോർ നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദിസ് ഗേറ്റ് വേ ഈസ് കണക്റ്റഡ് ടു കോർ നെറ്റ്വർക്ക്. കോർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, കോർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കീ എലമെൻറ്റ് ഫോർ ദി നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൻ്റെ മെയിൻ കമ്പോണൻ്റ് ആയിട്ടുള്ള സാധനത്തിനാണ് നമ്മൾ കോർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആ മെയിൻ നെറ്റ്വർക്കിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇത് ലോക്കലി ഉള്ള മെഷീൻസൊക്കെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഈ മെഷീനാണ് നമ്മളതിൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഈ ഗേറ്റ് വേ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, മെയിൻ നെറ്റ്വർക്കിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു, കോർ നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്യുന്നു. ആൻഡ് വി ഹാവ് M2M ആപ്ലിക്കേഷൻസ്. നമുക്ക് മൊബൈലിനകത്തോ അല്ലെങ്കിൽ ഇതിനകത്തോ സിസ്റ്റത്തിനകത്തുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട്, കമ്പ്യൂട്ടറിനകത്തുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെയുള്ള ഡിവൈസസിൻ്റെ സ്റ്റാറ്റസ് വ്യൂ ചെയ്യാം, കൺട്രോൾ ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇവിടെ നോക്കിയാൽ മതി നിങ്ങൾക്ക്. ഇത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വേറൊരു ബ്ലോക്ക് വരുന്നതാണ് നിങ്ങൾക്ക്. ഓട്ടോമേഷൻ ഡിവൈസ് റോബോട്ട്. ഈ മെഷീൻസൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഗേറ്റ് വേനകത്തേക്ക് കണക്ട് ചെയ്യുന്നു. ഗേറ്റ് വേ എന്ത് ചെയ്യുന്നു, വയർലെസ് നെറ്റ്വർക്കിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. നമുക്ക് ആപ്ലിക്കേഷൻസ് വഴി എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെയുള്ള ഡിവൈസസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും, പാരാമീറ്റേഴ്സ് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇതാണ് ആക്ച്വലി ഒരു IoTയുടെ ബ്ലോക്ക് ഡയഗ്രം. ഇത് ഓൾമോസ്റ്റ് സിമിലറായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിലും IoT ആയിട്ട് ഡിഫറൻസ് വരുന്നുണ്ട്. അത് നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. എനിവേ നിങ്ങൾക്ക് വേരിയസ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് M2M നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം.
Next is various important features of M2M. M2M, as discussed earlier, refers to networking of various different types of devices for different applications such as data exchange, consumer service, etc. And the important features of M2M are time tolerancy, low mobility, scheduled, low power consumption, and packet switched. Time tolerancy, നമുക്കറിയാം ഇതൊക്കെയാണ് നമ്മുടെ M2Mൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് വൺ ടൈം ടോളറൻസി, ലോ മൊബിലിറ്റി, ഷെഡ്യൂൾഡ്, ലോ power consumption, and packet switched. So these are the 5 features of important features of M2M. Time tolerancy, actually ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ട്രാൻസ്ഫർ റേറ്റ് എന്നല്ല, ഡാറ്റ ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തന്നെ വളരെ കുറവായിരിക്കും. കാരണം നമ്മളിപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടില്ല എന്താണ് M2M IoT തമ്മിലുള്ള ഡിഫറൻസ്. അത് നെക്സ്റ്റ് സ്ലൈഡിലേ കാണുന്നുള്ളൂ. അതായത് ഒരു ആപ്ലിക്കേഷൻസ് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷനാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കോളേജിലെ സിസ്റ്റമൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുകയാണ്. അത് കോളേജിനകത്ത് തന്നെ ഉള്ള സെർവറാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി അതൊരു M2M ആണെന്ന് പറയാൻ പറ്റും. മാനുവൽ ഇൻട്രാക്ഷൻ ഇല്ലാതെ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ഇൻട്രാക്ട് ചെയ്യുക, മെഷീൻസ് ഇൻ്റർകണക്ട് ചെയ്തിട്ട് ഇൻട്രാക്ട് ചെയ്ത് മാനുവൽ ഇൻട്രാക്ഷൻസ് ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് M2M ടെക്നോളജി. പക്ഷേ ഈ കോളേജിൻ്റെ പ്രിമൈസസിലുള്ള ഓട്ടോമേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിലായി മാറി, കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഹയർ സ്റ്റേജിലേക്ക് മാറി. ആ ഹയർ സ്റ്റേജിലുള്ള ആപ്ലിക്കേഷൻസിനാണ് ആക്ച്വലി IoT എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രിമൈസസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഈ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം അവിടെ തന്നെ അതിൻ്റെ സെർവർ, അതിൻ്റെ കൺട്രോളിങ്, എല്ലാ കാര്യങ്ങളും അനലൈസിങ് ഒക്കെ അതിനകത്ത് തന്നെ കിടക്കും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഷീൻ ടു മെഷീൻ ടെക്നോളജി എന്ന് പറയുന്നത്. ആ സമയത്ത് അതിനകത്തല്ല, ആ പ്രിമൈസസിനകത്തല്ല ഡാറ്റ ട്രാൻസ്ഫർ റേറ്റിന് എന്ത് കിട്ടും നമുക്ക്, ലോങ് ഇൻ്റർവൽസ് ആയിരിക്കും. എപ്പോഴും ഭയങ്കര ഹൈ സ്പീഡിലുള്ള അല്ലെങ്കിൽ ഹൈ ട്രാഫിക്കുള്ള നെറ്റ്വർക്ക് ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഫസ്റ്റിലത്തെ ടൈം ടോളറൻസി എന്ന് പറഞ്ഞ ഫീച്ചർ പറഞ്ഞിരിക്കുന്നത്. ദീസ് സിസ്റ്റംസ് ഷുഡ് ബി ഡിസൈൻ ടു കീപ്പിംഗ് ഇൻ മൈൻഡ് ദാറ്റ് ഡാറ്റ ട്രാൻസ്ഫർ മേ ടേക്ക് ലോങ് ടൈം ഇൻ്റർവൽസ്. ഡാറ്റ ട്രാൻസ്ഫറൊക്കെ എന്തായിരിക്കും, ലോങ് ഇൻ്റർവെല്ലുള്ള ഡാറ്റ ട്രാൻസ്ഫർ ആയിരിക്കും. ഭയങ്കര ഹൈ സ്പീഡ് എന്നല്ല, ഹൈ ട്രാഫിക്കുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫർ ആയിരിക്കില്ല നമ്മൾ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അത് മൈൻഡിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, M2M ടെക്നോളജി ഡിസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മൊബിലിറ്റി എന്ന് പറഞ്ഞ സാധനം. നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൊബൈലിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ IoT ടെക്നോളജിക്കകത്തൊക്കെ യൂസ് ചെയ്യുന്ന മാതിരി ഡാറ്റ ഭയങ്കര സ്പീഡിൽ, ഒരുപാട് ഡാറ്റ ഭയങ്കര ഹൈ സ്പീഡിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മൊബിലിറ്റി എന്ന് പറഞ്ഞ സാധനം, ഡാറ്റ മൊബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇറ്റ്സ് വെരി ലെസ് വെൻ കമ്പയർഡ് ടു IoT. ഹെൻസ് ദേ ആർ ലോ മൊബിലിറ്റി ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഷെഡ്യൂൾഡ്. ഡാറ്റ സെൻഡിങ് റിസീവിങ് ഈസ് പ്രീ ഷെഡ്യൂൾഡ് ആൻഡ് ഹാപ്പൻ വിത്ത് പെർമിഷൻസ്. ഓരോ മെഷീനകത്തേക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതൊക്കെ പ്രീ ഷെഡ്യൂൾഡാണ്. നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സാധനം അനുസരിച്ചിട്ടാണ് പെർഫോം ചെയ്യുള്ളൂ. അത് വിത്ത് ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽസ്. നമ്മൾ നേരത്തെ പെർമിഷൻസ് ഒക്കെ ചോദിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം, ഒരു കോളേജിനകത്തുള്ള ഒരു ഇപ്പം ഓഫീസിനകത്തെ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുക, നിങ്ങളുടെ അറ്റൻഡൻസ് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യാന്നിരിക്കുക. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഇൻട്രാക്ഷൻ ഇല്ലാതെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും അറ്റൻഡൻസ് കളക്ട് ചെയ്യുക, എന്നിട്ട് അത് ഓഫീസിൽ ഒരു സിസ്റ്റത്തിനകത്തേക്ക് സെൻഡ് ചെയ്യുക, എന്നിട്ട് ഏതൊക്കെ സ്റ്റുഡൻറ്റ് ആബ്സെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക, ഒരു ടൈം ടേബിൾ ഡിസ്പ്ലേ ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കോളേജിൻ്റെ പ്രിമൈസസിനകത്ത് തന്നെ നിൽക്കുന്ന സാധനമാണ്. അതൊരിക്കലും എന്ത് പോകില്ല, ഡാറ്റ നമുക്ക് വെളിയിലേക്ക് പോയിട്ട് അവിടുത്തെ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്ത് അവിടെ അനലൈസ് ചെയ്ത് ക്ലൗഡിനകത്ത് നിന്ന് ഒരു മെസ്സേജ് വന്ന് അതിനെ ഇൻഫോം ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ എല്ലാ സെൻഡ് ചെയ്യുന്ന ഡാറ്റയും റിസീവ് ചെയ്യുന്ന ഡാറ്റ ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും. കോളേജിൻ്റെ പ്രിമൈസസിനകത്ത് തന്നെ ഇരുന്നിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പം കോളേജിനകത്തുള്ള ഡാറ്റയുടെ റേറ്റ് എത്രയാണോ അതേ നമ്മുടെ ഡാറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, അത്രയും സ്പീഡേ ഉണ്ടാവുള്ളൂ, അത്രയും ഡാറ്റ എന്തേ ഉണ്ടാവുള്ളൂ, കപ്പാസിറ്റി മാത്രമേ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഫോർത്ത് വൺ എന്ന് പറയുന്ന സാധനം, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഡാറ്റ സെൻഡിങ് റിസീവിങ് പ്രീ ഷെഡ്യൂൾഡ് ആൻഡ് ഹാപ്പൻ വിത്ത് പെർമിഷൻസ്. അത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ
പവർ കൺസംഷൻ എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. കാരണം അധികം ഹയർ എൻഡിലുള്ള ഒരു പെർഫോമൻസിലെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സായിട്ട് ഇതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. ലോ പവർ കൺസപ്ഷൻ ഇൻ ഓർഡർ ടു എഫിഷ്യൻസി ഓഫ് M2M applications, it is desired feature. And last one, പാക്കറ്റ് സ്വിച്ചിങ് ഡിവൈസസ് ആണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. പാക്കറ്റ് സ്വിച്ച് ഡിവൈസസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി M2Mൻ്റെ കീ ഫീച്ചേഴ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്ലൈഡ് മുതൽ നമ്മൾ M2Mഉം IoT തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ IoT നമ്മൾ എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഡെഫിനേഷൻ: IoT കമ്പൈനിങ് ഡാറ്റ, ക്ലൗഡ്, കണക്ടിവിറ്റി, analytics and technology in a way that enables a smart environment in which everyday objects are embedded with network community in order to improve functionality and interactions. നമുക്ക് എവറിഡേ യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, IoT ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു ക്ലൗഡായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, ഒരു ഡിസിഷൻസ് എടുക്കാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. അതാണ് IoT എന്നാണ് സാധനം. സോ M2Mനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് IoT കുറച്ചും കൂടെ എന്താണ്, ഒരു ബ്രോഡർ ആപ്ലിക്കേഷൻസ് ഉള്ള സാധനമാണത് IoT പറയുകയാണെങ്കിൽ. ഓക്കെ, നമുക്കതിൻ്റെ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ക്ലാരിറ്റി കിട്ടും. മെഷീൻസൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മെഷീൻസ് ടു മെഷീൻ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മെഷീൻസ് ടു മെഷീൻ ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എങ്ങോട്ടാണ് മെഷീൻസ് കണക്ട് ചെയ്യുന്നത്, നമ്മൾ കണക്ട് ചെയ്യുന്നത് ക്ലൗഡിലേക്കാണ്. അപ്പം ക്ലൗഡിൽ നിന്നാണ് ഡാറ്റാസൊക്കെ, നമ്മളെല്ലാ മെഷീൻസിനകത്തുള്ള ഡാറ്റ നമ്മൾ എങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു, ക്ലൗഡിനകത്തേക്ക് സെൻഡ് ചെയ്യുന്നു. ആൻഡ് ഡാറ്റ ഡിസിഷൻസ് എടുക്കുന്നതും അനലൈസ് ചെയ്യുന്നതൊക്കെ എവിടെ വെച്ചിട്ടായിരിക്കും, ക്ലൗഡിനകത്തായിരിക്കും. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മെഷീൻസിനകത്തേക്ക് എന്ത് ചെയ്യുന്നത്, കൺട്രോളിങ് സിഗ്നൽസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഡിസിഷൻസ് സെൻഡ് ചെയ്യുന്നതും ക്ലൗഡിനകത്തായിരിക്കും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെഷീൻ ടു മെഷീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റർനെറ്റിനകത്തുള്ള ഡിവൈസസ് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ക്ലൗഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ക്ലൗഡാണ് ആക്ച്വലി നമ്മുടെ കണക്റ്റിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ഡിഫറൻസ്. ഇനി ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ആക്ച്വലി. കീ ഡിഫറൻസസ് ആപ്ലിക്കേഷൻസ് ലെവലാണെന്നുണ്ടെങ്കിൽ, ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, IoT data can be stored over cloud, hence can be used analytics applications, remote diagnostics, etc. നമ്മൾ ഡാറ്റ എപ്പോഴും കണക്ട് ചെയ്യുന്നത് എവിടെയാണ്, ക്ലൗഡിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി IoT ആപ്ലിക്കേഷൻസ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും എന്തിനകത്തേക്കായിരിക്കും, ക്ലൗഡിനകത്തായിരിക്കും. അപ്പോൾ അവിടെയാണ് അനലൈസ് ചെയ്യുന്നത്, അവിടെ നിന്നാണ് എന്തെങ്കിലും ഒരു ഡിസിഷൻസ് എടുക്കുന്നത്, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് അവിടെയാണ്. എല്ലാം ക്ലൗഡ് ബേസ്ഡ് ആണ്. നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അനലിറ്റിക്സ് ആപ്ലിക്കേഷനും റിമോട്ട് ആപ്ലിക്കേഷൻസൊക്കെ എന്തായിരിക്കും, ക്ലൗഡ് ബേസ്ഡ് ആയിരിക്കും. ഇനി M2Mൻ്റെ കേസ് കൺസിഡർ ചെയ്തപ്പോൾ ഇതാണ് ആക്ച്വലി IoTൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. M2M ഡാറ്റ ഈസ് മോർ പ്രിഫറബിളി സ്റ്റോർഡ് ഇൻ എ പോയിന്റ് സൊല്യൂഷൻ ദറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ലോക്കലി. ഒരു ലോക്കൽ സെർവറിനകത്തായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടായിരിക്കും ഡാറ്റ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടായിരിക്കും. Hence used for non-premise solutions and local diagnosis. അപ്പോൾ നമ്മൾ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇൻ്റർനെറ്റ് വഴിയല്ല ആക്സസ് ചെയ്യുന്നത്, നമ്മൾ ആ ലോക്കലിയാണ് ആക്സസ് ചെയ്യുന്നത്. വെളിയിലുള്ള ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പെർമിഷൻ ഇല്ല, ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻസ് ഇല്ല. ഇനി പ്രോട്ടോകോൾ വൈസിൽ നമുക്ക് എങ്ങനെയാണ് ഇതിന് ഡിഫറൻസ് നോക്കാം. IoT and M2M differ in communication protocols and machine communicate. In IoT, they focus on protocols above network layer. HTTP പ്രോട്ടോക്കോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ലാസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് HTTP ആണ്. പാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, DDS ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ M2Mൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നെങ്കിൽ M2M യൂസസ് Zigbee ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നുണ്ട്, IEEE 802.15.4 ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, മോഡ്ബസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ആക്ച്വലി M2Mൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ നമ്മൾ സെർവർ ബേസ്ഡ്, ക്ലയൻറ്റ് ബേസ്ഡ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എവിടെയും സെർവർ ബേസ്ഡ് യൂസ് ചെയ്യുന്നത്, പക്ഷേ Zigbee ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നതായിരുന്നു. ഈ ഹാർഡ്വെയർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് IoT is more focused on sensors, interfacing various components of IoT systems are sensors, internet and networking infrastructure. M2 is typically more emphasized on embedded hardware.
നമ്മളിവിടെ സെൻസേഴ്സും തിങ്സൊക്കെയാണ് ആക്ച്വലി IoT-ക്കകത്ത് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു എംബഡഡ് സിസ്റ്റമാണ് ആക്ച്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഹാർഡ്വെയറിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത്. മെഷീൻ വേഴ്സസ് തിങ്. The thing in IoT refers to objects which are uniquely identifiable and can sense data. നമുക്ക് ഇൻ്റർനെറ്റിനകത്ത് ഒരു യൂണിക് ഐഡൻറ്റിറ്റി ഉള്ള സെൻസ് ചെയ്യാൻ കഴിയുന്ന ഏത് ഡിവൈസസിനെയും നമുക്ക് തിങ്സ് എന്ന് പറയാൻ പറ്റും. ഇൻ കോൺട്രാസ്റ്റ് M2M ഹാവ് ഹോമോജീനിയസ് മെഷീൻസ് വിത്ത് നെറ്റ്വർക്ക്. നെറ്റ്വർക്കിനകത്തുള്ള ഓരോ ഹോമോജീനിയസ് അതായത് ഓരോ ഇൻഡിപെൻഡൻറ്റ് മെഷീൻസിനെ നമുക്ക് തിങ്സ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ M2M-നകത്ത് നമ്മൾ മെഷീൻസ് എന്നാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ തിങ്സ് എന്നാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അങ്ങനെ പറയാനാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. സോ ദീസ് ആർ ദി കീ ഡിഫറൻസ് ബിറ്റ്വീൻ IoT ആൻഡ് M2M. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കുറച്ചും കൂടെ ക്ലാരിറ്റി തരുന്നതിന് ഇത് 4 സ്റ്റേജ് IoT സൊല്യൂഷൻ ആർക്കിടെക്ചർ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് ഫസ്റ്റ് സെൻസേഴ്സ് നമ്മൾ പഠിച്ചത് ഇതൊക്കെ സെൻസേഴ്സ് ആക്ച്വേറ്റേഴ്സ് ലെവൽ ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന സാധനം. ഇൻ്റർനെറ്റ് ഗേറ്റ് വേസ് ആണ് സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത്. എഡ്ജ് IT ഇവിടെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതും പ്രീ പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ നമ്മളിവിടെ വെച്ചിട്ടാണ്. 4th സ്റ്റേജ് ഡാറ്റാ സെൻറ്റർ, അതാണ് ആക്ച്വലി നമ്മൾ ക്ലൗഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പം ഇത് ഈ ഒരു IoT-ൻ്റെ കേസിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് IoT-യുടെ 4th സ്റ്റേജ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് IoT ആൻഡ് M2M എന്ന് പറയുന്നത്. ഇനി M2M ഇവല്യൂഷനാണ് ആക്ച്വലി എങ്ങനെ M2M-നകത്ത് നിന്ന് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിലേക്ക് എത്തുന്നത്. ആക്ച്വലി M2M എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഏരിയക്കകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് എൻലാർജ് ചെയ്ത് കുറച്ചും കൂടെ സ്മാർട്ട് എൻവയോൺമെൻറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതായി മാറ്റാൻ പറ്റും, IoT ആക്കി മാറ്റാൻ പറ്റും. മനസ്സിലായില്ലേ? M2M-നെ കുറച്ചും കൂടെ ഇൻ്റലിജൻസ് ആക്കി മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്മാർട്ടാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആക്കി മാറ്റും. ഇതാണ് അതിൻ്റെ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. M2M ആയിരുന്നു ആദ്യം, അതിനെ കുറച്ചും കൂടെ എന്താ പറയുക സ്മാർട്ടാക്കി കഴിഞ്ഞ് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IoT-യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഹാസ് റീച്ച്ഡ് ദ ലെവൽ ഓഫ് മെച്യൂരിറ്റി, maturing, and finally uses connected devices. അപ്പോൾ ഫസ്റ്റ് M2M എന്ന് പറഞ്ഞ സാധനം നമ്മൾ ബിസിനസ് ടു ബിസിനസ്സിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിരുന്നതാണ്. B2B എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതാണ്, ബിസിനസ് ടു ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ഈ ഒരു സ്റ്റേജ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ നമ്മൾ കുറച്ചും കൂടെ അത് ഗ്രോ ചെയ്തു. അത് ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് പറഞ്ഞ ലെവലിലേക്ക് മാറി. പിന്നെ ആക്ച്വലി ഇവിടെ ബിസിനസ് ടു കൺസ്യൂമർ, ബിസിനസ് ടു ബിസിനസ് ടു കൺസ്യൂമറായി മാറി ഇവിടെ ആക്ച്വലി. അപ്പം ആക്ച്വലി ഇതാണ് ഇതിൻ്റെ ഇവല്യൂഷൻ എന്ന് പറയുന്ന സാധനം. M2M-നെ നമ്മൾ കുറച്ചും കൂടെ സ്മാർട്ടാക്കി ദെൻ അഗെയിൻ നമ്മൾ കൂടുതൽ സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്തു IoT ഡിവൈസസ് ആക്കി മാറ്റിയതാണ്, IoT ആക്കി ടെക്നോളജി ആക്കി മാറ്റി എന്നുള്ളതാണ്. ഇനിയൊരു എക്സാമ്പിളിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് എന്താണ് IoT-യും M2M-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് നെക്സ്റ്റ്. ഫോർ എക്സാമ്പിൾ ലെറ്റ് us assume there is one of this machine, ഒരു കോഫി വെൻഡിങ് മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ കോഫി മെഷീൻ ഉണ്ട്. കോഫി മെഷീൻ ഓരോ ഫ്ലോർ, ഇപ്പോൾ 5 ഫ്ലോറുള്ള 5 ലെയറിലുള്ള ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കാം. ആൻഡ് ഈച്ച് ഫ്ലോർ ഹാവിങ് 1 കോഫി മെഷീൻ ഈച്ച്. ഇപ്പോൾ ഓരോ ഫ്ലോറിനകത്ത് ഓരോരോ മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതാണ് ഫസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഇത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടതാണ് ഓരോ ഫ്ലോറിൽ ഓരോ കോഫി മെഷീനുള്ള 5 ഫ്ലോറിൽ ഒരു ബിൽഡിംഗ്. മനസ്സിലായല്ലോ? സോ ടോട്ടലി വി ഹാവ് 5 കോഫി മെഷീൻസ് ഇൻ ഈച്ച് മെഷീൻ ഇൻ ഈച്ച് ഫ്ലോർ. ഫസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് നോ കണക്ടിവിറ്റി, മെഷീൻസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, കണക്ട് ചെയ്തിട്ടില്ല, ഒരു കണക്ടിവിറ്റി ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനകത്ത് കോഫി ബീൻ ഉണ്ടോ, ചോക്ലേറ്റ് പൗഡർ ഉണ്ടോ, മിൽക്ക് പൗഡർ ഉണ്ടോ, ഷുഗർ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഓരോ മാൻ പവർ യൂസ് ചെയ്യേണ്ടി വരും. someone has to manually go on each floor and check if there is enough coffee bean, chocolate powder, milk powder, sugar, etc.
or she may have to do this say 3 to 5 times a day. ഓരോ ദിവസവും ഒരാൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് മോണിറ്റർ ചെയ്യേണ്ടി വരും. ഇത് ഓരോ ദിവസവും വാച്ച് ചെയ്യേണ്ടി വരും. വാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഒരു പെർട്ടിക്കുലർ ലെവലിന് ബിലോ ആണെന്നുണ്ടെങ്കിൽ, കോഫി ബീൻ ആണെങ്കിലും ചോക്ലേറ്റ് പൗഡർ ആണെങ്കിലും മിൽക്ക് പൗഡർ ആണെങ്കിലും ഷുഗർ ആണെങ്കിലും, ഇഫ് ഇറ്റ് കംസ് അണ്ടർ എ പെർട്ടിക്കുലർ ലെവൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും. ഇതാണ് ആക്ച്വലി എൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ കണക്ടിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് മാനുവലി എന്ത് ചെയ്യേണ്ടി വരും, ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും, മാനുവലി ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് സിനാരിയോ ഇതാണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് M2M ആണെന്ന് വരിക, കുറച്ചും കൂടെ ബേസിക് കണക്ടിവിറ്റി ഉള്ളതാണെന്ന് വരിക. M2M സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, സപ്പോസ് നമ്മൾ യൂസ് ചെയ്യുന്ന M2M ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ, the machine has a basic sensor, so it can send some kind of notifications. We are placing some sensors in coffee machines. എന്തൊക്കെയാണ് സെൻസേഴ്സ്, which will inform you the level of coffee bean, chocolate powder, level of milk powder and the level of sugar. അപ്പോൾ അങ്ങനെ ഷുഗർ ലെവലും മിൽക്ക് പൗഡറിൻ്റെ ലെവലൊക്കെ സെൻസ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് ആണെന്ന് വയ്ക്കാം. സെൻസേഴ്സ് ഉണ്ടെന്ന് വയ്ക്കാം. അങ്ങനെ കുറേ സെൻസേഴ്സ് ഉള്ളൊരു മെഷീൻസാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് each sensors will inform you എപ്പോഴാണ് ഇൻഫോം ചെയ്യുക, if the criteria are below a particular threshold level. ഒരു ത്രഷോൾഡ് ലെവലിന് ബിലോ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യും, ഇൻഫോം ചെയ്യും. എങ്ങനെ ഇൻഫോം ചെയ്യുക, ഒന്നുകിൽ നേരെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യും, ഓർ യു ക്യാൻ യൂസ് ആൻ ആപ്ലിക്കേഷൻസ് ഇൻ യുവർ ഫോൺ ഓർ കമ്പ്യൂട്ടർ. അങ്ങനെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഉള്ള ഒരു ഓട്ടോമാറ്റിക് മെഷീൻസിന് 5 മെഷീൻസും ഓട്ടോമാറ്റിക്കലി ഇന്ന മെഷീൻസ് ഇന്ന സമയത്ത് ഇത് ചെയ്തു എന്നൊക്കെ കാണിക്കുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ബേസിക് കണക്ടിവിറ്റി എന്ന് പറയാൻ പറ്റും. അതിനെ നമുക്ക് M2M എന്ന് പറയാൻ പറ്റും. ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സാധനങ്ങളൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന കോഫി പൗഡർ ആണെങ്കിലും കോഫി ബീൻ ആണെന്നുണ്ടെങ്കിലും ചോക്ലേറ്റ് പൗഡർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന് നോക്കാൻ പറ്റും. അത് നമുക്ക് സെൻസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനം. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ബേസിക് M2M എന്ന് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് സിനാരിയോ, ഫസ്റ്റിൽ ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഉള്ള ഒരു മെഷീൻസ് മാത്രം, ഒരു എന്താ പറയുക, യാതൊരു ഇതും ഇല്ലാത്ത, സെൻസറും ഇല്ലാത്തൊരു ഡിവൈസ് ആയിരുന്നു. സെക്കൻഡിനകത്ത് നമ്മൾ സെൻസർ വെച്ചു. സെൻസർ എന്ത് ചെയ്യും, വിൽ ഇൻഫോം ദി അതോറിറ്റീനെ ഇൻഫോം ചെയ്യും. ആൻഡ് തേർഡ് സിനാരിയോ ഇറ്റ്സ് എൻ അഡ്വാൻസ്ഡ് കണക്ടിവിറ്റി. അത് നമുക്ക് വേണമെങ്കിൽ ബേസിക് IoT ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഇതിനകത്തുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, let us say the coffee machine is connected to the coffee system and database. ഈ എല്ലാ കോഫി മെഷീൻസും ഈച്ച് ഫ്ലോറിലുള്ള കോഫി മെഷീൻസ് എന്ത് ചെയ്യുന്നു, ഒരു സെർവറായിട്ട് കണക്ട് ചെയ്യുന്നു. ആൻഡ് സെർവർ കണ്ടെയ്ൻസ് എ ഡാറ്റാബേസ്. അപ്പം ഇതിനകത്തുള്ള ഡാറ്റാസൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡാറ്റാബേസിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് നോ വിച്ച് എംപ്ലോയി കംസ് when and what is their coffee drinks consumption pattern. അപ്പോൾ ഓരോ ആൾക്കാരും എപ്പോഴും വരും, ഏത് രീതിയിലുള്ള പാറ്റേൺസാണ് ഇയാൾ യൂസ് ചെയ്യുന്നത്, എത്ര കോഫി യൂസ് ചെയ്യും, ഇനി കോഫിയാണോ യൂസ് ചെയ്യുന്നത് അതോ വേറെ എന്തെങ്കിലും ആണോ, ടീ ആണോ യൂസ് ചെയ്യുന്നത്, എത്ര ഷുഗർ ലെവൽ യൂസ് ചെയ്യും എന്നുള്ള പാറ്റേൺസൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഈ ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസിനകത്ത് മനസ്സിലാക്കി ഡാറ്റാബേസിനകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, we can optimize the machine, optimize the need to be top up. നമുക്ക് ടോപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. എപ്പോൾ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യണം, എപ്പോൾ ഇതിനകത്തുള്ള കോഫി ബീൻ അല്ലെങ്കിൽ ചോക്ലേറ്റ് പൗഡർ തീരും എന്നുള്ള കാര്യം നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതോറിറ്റീനെ ഇൻഫോം ചെയ്യാൻ പറ്റും. അപ്പം ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിനകത്തുള്ള ആൾക്കാരുടെ ആക്ടിവിറ്റി പാറ്റേൺസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഓരോ ദിവസത്തെ സാധനത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ഈ സ്റ്റോർ ചെയ്ത പാറ്റേൺ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അനലൈസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും വെൻ വിൽ ദീസ് ഇൻഗ്രീഡിയൻസ് വിൽ ടോപ്പ് അപ്പ്, എപ്പോൾ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫോം ചെയ്യാൻ പറ്റും. ആൻഡ് വേറൊരു കേസ് എന്ന് ചെയ്യാം, this way machine can optimize when it needs to be topped up. And if there is a large meeting or event going on, ഒരു ലാർജ് മീറ്റിങ്ങോ ഇവൻറ്റോ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ the coffee machines can even
check before the breaks and indicate in advance that it needs topping up. അപ്പോൾ ഒരു മീറ്റിങ്ങോ ഒരു സ്പെഷ്യൽ മീറ്റിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏത് സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പപ്പ് ചെയ്യണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ നേരത്തെ പ്രൊഡിക്റ്റ് ചെയ്യാനും ഓട്ടോമാറ്റിക്കലി അത് ഇൻഫോം ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ഇതിന് നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് കണക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക IoT ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ പറഞ്ഞത്? അപ്പം ഇത് ഒരു അഡ്വാൻസ്ഡ് കണക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ബേസിക് IoT ആണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് സിനാറിയോസ് ഇൻ്റലിജൻറ്റ് ഡിവൈസ്, അഡ്വാൻസ്ഡ് IoT. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള IoT ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ലെറ്റ് us add intelligence to it so it can even know about the inventory. അപ്പം ഇത് കുറച്ചും കൂടി ഇതിനകത്ത് കുറച്ചും കൂടി ഇൻ്റലിജൻസും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. എങ്ങനെ ഇൻ്റലിജൻസ് ആഡ് ചെയ്യാം? നമ്മളിത് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സ്റ്റോറിനകത്തുള്ള എന്ത് നോക്കുന്നു, നമ്മൾ സ്റ്റോക്ക് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നു. എപ്പോഴാണ് ഈ സാധനം തീരുന്നോ, സ്റ്റോക്കിനകത്ത് ഓൾറെഡി ഉണ്ടോ, അപ്പം ഇത് മോഡിഫൈ ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കലി മോഡിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ അതേപോലെ തന്നെ കോഫി പൗഡർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഏത് കോഫി പൗഡറാണ് ഓരോ ആൾക്കാരും ചൂസ് ചെയ്യുന്നത്, അതിനകത്തുള്ള പാറ്റേൺ എന്താണ്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോഫി പൗഡർ, ഏറ്റവും ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിന് കിട്ടുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പൗഡർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പൗഡർ ഏതാണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് അതിനെ നമുക്ക് ഇൻഫോം ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫീഡ്ബാക്ക്, ഓരോ ആൾക്കാരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ പറ്റുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇൻ്റലിജൻസ് ആഡ് ചെയ്യാമെന്ന് പറയും. ആ പാറ്റേൺ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഇൻ്റലിജൻസ് ഉള്ള, അല്ലെങ്കിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ള ഡിവൈസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നമുക്ക് വേണമെങ്കിൽ അഡ്വാൻസ്ഡ് IoT ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു, ഏറ്റവും ആദ്യം കണ്ടിട്ടില്ല നിങ്ങൾ, ഏറ്റവും ആദ്യം ശരിക്കും ഓരോ ഫ്ലോറിലും കോഫി മെഷീൻസ് മാനുവലി എന്ത് ചെയ്യണം, ഓരോ ആൾക്കാർ പോയി ചെക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഒരാൾ പോയിട്ട് എന്ത് ചെയ്യണം, 3 to 4 ടൈംസ് പെർ ഡേ ചെക്ക് ചെയ്ത് വെക്കണം. ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ലെവൽസൊക്കെ വെരിഫൈ ചെയ്തിട്ട് വേണം ടോപ്പപ്പ് ചെയ്യാൻ. ഫസ്റ്റ് സിനാരിയോ എന്ന് പറഞ്ഞാൽ അതാണ്, നോ കണക്ടിവിറ്റി. ഇതായിരുന്നു ഫസ്റ്റ് സിനാരിയോ. സെക്കൻഡ് സിനാരിയോയിൽ എന്താണ്, ബേസിക് കണക്ടിവിറ്റി. അതിനകത്ത് എന്താ ഉള്ളൂ, കുറേ സെൻസസ് ഉണ്ടാകും. ഓരോന്നിൻ്റെയും ത്രഷോൾഡ് ലെവൽ ചെക്ക് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ലെവലിന് ബിലോ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഇൻഫോം ദി അതോറിറ്റി. അത് ബേസിക് കണക്ടിവിറ്റിയാണ്. അതിന് നമുക്ക് എന്ത് പറയാം, M2M എന്ന് പറയാൻ പറ്റും. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, എങ്ങനെയാണ് ഇതിൻ്റെ ഇവാലുവേഷൻ എന്ന് പറയണ്ടായിരുന്നു, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആക്കി കഴിഞ്ഞു. ഇതിനകത്ത് എന്താ ചെയ്യുന്നത്, നമ്മൾ ഓരോ ആൾക്കാരുടെയും എന്ത് മനസ്സിലാക്കാൻ പറ്റും, പാറ്റേൺസ് നമുക്ക്, അതായത് ഈ മെഷീൻസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്യുന്നു, എന്നിട്ട് ഒരു പെർട്ടിക്കുലർ സെർവറിനകത്ത് കണക്ട് ചെയ്യുന്നു, സെർവറിനകത്തുള്ള ഡാറ്റാബേസിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നു, ഓരോ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന പാറ്റേൺസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. കാരണം അതിനെ അനലൈസ് ചെയ്തിട്ട് എപ്പം നമുക്ക് ഓരോ സാധനങ്ങൾ തീരുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. തീർന്നതിന് മുമ്പേ തീർന്നു കഴിഞ്ഞാലും ഒക്കെ എന്ത് ചെയ്യും, അതോറിറ്റിനെ ഇൻഫോം ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ഇൻ്റലിജൻസ് ആഡ് ചെയ്തു അതിനകത്ത്. അപ്പോൾ അതെന്തായി മാറി, IoT ആയിട്ട് മാറി. കുറച്ചും കൂടെ കുറച്ചും കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഇൻ്റലിജൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഡ്വാൻസ്ഡ് IoT ആയിട്ട് മാറും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിനകത്ത് ഇൻവെൻറ്ററി റിപ്പോർട്ടും കൂടെ, അതായത് ഇൻവെൻറ്ററി സ്റ്റോക്കും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സ്റ്റോക്കിനകത്തുള്ള അവൈലബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എപ്പം സ്റ്റോക്ക് തീരുമെന്നും സ്റ്റോക്ക് എപ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും ഒക്കെ തീരുമാനിക്കുന്നു. പിന്നെ ഓരോ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഏതൊക്കെ പൗഡറാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്നും ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള പൗഡർ ഏതാണെന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻ്റലിജൻറ്റ് ഡിവൈസ്, അഡ്വാൻസ്ഡ് IoT എന്ന് നമ്മൾ പറയും. ഇതാണ് ആക്ച്വലി M2M IoT എന്നുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. So thank you.